ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തു റാബിയ അഷ്റ 14ാമത്തെ പാഠം. ഈ പാഠബുക്കിലെ അവസാനത്തെ ചാപ്റ്ററാണ് 14ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതോടെ തസ്കിയ അവസാനിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. എന്താ ഇവിടെ പാഠത്തിൻ്റെ പേരെന്താ? ഷാഫി ഹുവല്ലാഹു. അഷാഫി ഹുവല്ലാഹു, യഥാർത്ഥ ശമനം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന അർത്ഥം വരുന്ന പാഠഭാഗമാണ്. അപ്പോൾ പാഠഭാഗത്തിൽ എന്താണ്? ഒരു ലീവ് ലെറ്റർ ഉസ്താദിന് എഴുതുന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം തന്നെ എന്താണ് എഴുതുക? ഫളീലത്തുൽ ഉസ്താദ് മുവക്കർ. മുവക്കർ എന്ന് പറഞ്ഞാൽ ആദരണീയ ഉസ്താദിന് എന്ന് ആദ്യം എഴുതുക. പിന്നെന്താണ്? തഹിയ്യത്തൻ ത്വയ്യിബത്തൻ വബഅദു. തഹിയ്യത്തൻ ത്വയ്യിബത്തൻ വബഅദു എന്താണ്? ആദരവിന് ശേഷം, ആദരവോടെ എന്നൊക്കെ പറയുന്നതാണ് അവിടെ. അടുത്തതാ കാലിക്കൂത്ത്. കാലിക്കൂത്ത് പറഞ്ഞാൽ, കാലിക്കൂത്ത് ഇന്നിവിടെ കോഴിക്കോട് എന്നുള്ള കാലിക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അറബിയിലെ കാലിക്കൂത്ത് എന്നാണ്. നമ്മൾ ഡയറി ലീവ് ലെറ്ററൊക്കെ എഴുതുമ്പോൾ പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതും. അതാണ് ഇവിടെ സ്ഥലം, ഡേറ്റ്. ഇവിടെ 1/2/2022, 1/2/2022, സ്ഥലം കോഴിക്കോട്. അതിനാണ് കാലിക്കൂത്ത് എഴുതി. എന്താ ഇവിടെ എഴുതിയത്? അസോബനിൽ ഹുമ്മ. അസോബനിൽ ഹുമ്മൽ കൂവിദീയ. കൂവിദീയ കബില യൗമേനി. എനിക്ക് 2 ദിവസം മുമ്പ് കോവിഡ് പനി പിടിച്ചു. എനിക്ക് 2 ദിവസം മുമ്പ് കോവിഡ് പനി പിടിച്ചു. വ അനൽ ആന ഫിൽ മുസ്തഷ്ഫ. ഞാനിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. വാഹദത്ത് വത്അത്തുൽ മറലി തഹൈഫു കലീലൻ. വാഹദത്ത് വത്അത്തു മറലി, എൻ്റെ രോഗം കഠിനമായി. തഹൈഫു കലീലൻ, ഇപ്പം അല്പാൽപമായി കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് സർജിയോ ഇലൽ ബൈത്തി അദൻ ഔ ബഅദ അദീൻ. ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളെയോ ആയി ഞാൻ വീട്ടിലേക്ക് തിരിക്കും. വഖദ് വസഫ ലി ത്വയ്യിബുൽ ഔദിയ. എന്നോട് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു. വ അർഷദനി അൻ അഷ്തരീഹ 15 യൗമൻ ഫിൽ ബൈത്തി ഹത്താ യതിമ്മ ശിഫാഉ. പൂർണ്ണമായി അസുഖം മാറുന്നത് വരെ 15 ദിവസം, 15 യൗമിൻ 15 ദിവസം വീട്ടിൽ വിശ്രമിക്കാൻ, ഷിഫാ ആവുന്നത് വരെ 15 ദിവസം വീട്ടിൽ വിശ്രമിക്കാൻ ഡോക്ടർ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വർജു മിൻകു ദുആ ഹാലിസൻ ലി ഷിഫായി മർലി. അതുകൊണ്ട് നിങ്ങൾ രോഗശമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രോഗശമനത്തിന് ആത്മാർത്ഥമായ പ്രാർത്ഥനയെ നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലി അന്ന ഷാഫി ഹുവല്ലാഹു വലാ ഷിഫാ ഇല്ലാ ഷിഫാഉഹു. യഥാർത്ഥ രോഗശമനം നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ്റെ രോഗശമനമല്ലാതെ മറ്റൊന്നില്ല. അള്ളാഹുവാണ് യഥാർത്ഥ രോഗശമനം നൽകുന്നവൻ. അവൻ്റെ ശമനമല്ലാതെ മറ്റൊന്നില്ല. ഫർറജാ മിൻകും. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എന്താ? ഇജാസത്തൻ റുഹ്സത്തിൻ ലിഹാദിഹിൽ അയ്യാം. എന്താണ്? ഈ ദിവസങ്ങളിലെ ലീവ് അനുവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലീവ് ലെറ്റർ എഴുതുകയാണ്. കോവിഡ് വന്ന കുട്ടി ഉസ്താദിനൊരു ലീവ് ലെറ്റർ എഴുതുന്നതാണ് ഇവിടെ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെന്താണ് അവസാനം? എന്താ ഇത്? വതഫല്ലലു ബി കബൂലി ഫായിക്കിൽ ഇഹ്തിറാം. അപ്പോൾ നമ്മൾ ലീവ് ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ വിശ്വസ്തയോടെ എന്നൊക്കെ എഴുതൂലേ, അതാണ് അവിടെ വരുന്നത്. എന്ന് ആത്മാർത്ഥതയോടെ എന്നൊക്കെ എഴുതൂലേ, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത് മുത്തിയുക്കും അബ്ദുറഹ്മാൻ. ആദരവോടെ മുത്തിയുക്കും അബ്ദുറഹ്മാൻ.
നിങ്ങളുടെ അനുസരണയുള്ള അബ്ദുറഹ്മാൻ, മുത്തിയുക്കും അനുസരണയുള്ള അബ്ദുറഹ്മാൻ. അതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിൽ നിന്ന് വന്ന ഏതാനും വാക്കുകളും അർത്ഥങ്ങളുമാണ് ഇവിടെ പാഠത്തുനിന്ന് വന്ന മാനിൽ കലിമാത്തി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നമുക്കിനി തദ്രിബാത്തിലേക്ക് കടക്കാം. തദ്രിബാത്തിൽ ആദ്യം നൊയ്ദ് ജുമലയാണ്, വാക്ക് വികസിപ്പിക്കാനാണ് ഇവിടെ വന്ന. അർഷദ വെച്ചിട്ട് എന്ത് എഴുതാം നമുക്കിവിടെ? അർഷദ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നാണ്. എന്താണ് ഉപദേശിച്ചത്? അർഷദ. എന്താണ് ഡോക്ടറെ നിർദ്ദേശിച്ചത്? അപ്പം അത് എഴുതാം നമുക്ക്. ഇതാ അർഷദനി അൻ അസ്തരീഹ 15 യൗമം ഫിൽ ബൈത്തി. 15 ദിവസം വീട്ടിൽ വിശ്രമിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട്. വർഷദനി അൻ അസ്തരീഹ 15 യൗമം ഫിൽ ബൈത്തി. 15 ദിവസം വീട്ടിൽ വിശ്രമിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട്. അതെഴുതാം. അടുത്തത് വസഫ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു. എന്താണ് നിർദ്ദേശിച്ചത്? ഇതെഴുതാം. വസഫലി തൊയ്യിബുൽ ഔദിയ. എന്നോട് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു. വസഫലി തൊയ്യിബുൽ ഔദിയ. എന്നോട് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു. അടുത്തതാ വത്അത്ത് പറഞ്ഞാൽ എന്താണ്? ശക്തി. ശക്തി. ഇവിടുന്ന് എഴുതാം. വാഹദത്ത് വത്അത്തു മറലി തഹഫു കലീലൻ കലീല. ആദ്യം ശക്തിയായിരുന്നു, പിന്നീട് ഇപ്പോൾ അല്പാൽപമായി കുറവുണ്ട്. എൻ്റെ അസുഖം ആദ്യം ശക്തിയായിരുന്നു, ഇപ്പോൾ അല്പാൽപമായി കുറവുണ്ട്. അത് മനസ്സിലാക്കുക. വത്അത്തു ശക്തി. അടുത്തത് ഇഷ്തിറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം. എന്താണ്? അപ്പം നമുക്ക് ഇവിടെ തന്നെ പാടത്തുനിന്ന് തന്നെ എഴുതാം. എന്ത്? വർഷദനി അൻ അസ്തരീഹ 15 യൗമൻ. എന്നോട് 15 ദിവസം വിശ്രമിക്കാൻ കൽപ്പിച്ചു. വർഷദനി അൻ അസ്തരീഹ 15 യൗമൻ. മനസ്സിലാക്കുക. അടുത്തതാ മുത്തിയെ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള. മുത്തിയക്കും അബ്ദുറഹ്മാൻ. അനുസരണയുള്ള അബ്ദുറഹ്മാൻ. മുത്തിയക്കും അബ്ദുറഹ്മാൻ. പാഠത്തിൻ്റെ അവസാനം വന്നു. മുത്തിയക്കും അബ്ദുറഹ്മാൻ, അനുസരണയുള്ള അബ്ദുറഹ്മാൻ എന്ന്. അടുത്തത് എന്താണ്? നക്തുമു കമാഫിൽ മിസാലി. ഉദാഹരണത്തിലേതുപോലെ പൂർത്തിയാക്കാനാണ്. ഹംസത്തു അയ്യാമി. 5 ദിവസം. അപ്പോൾ ഇവിടെ ഹംസത്തു അഷറ യൗമിൻ 15 ദിവസം. ഹംസത്ത് അഷറ യൗമിൻ എന്ന് പറഞ്ഞാൽ 15 ദിവസം. അപ്പോൾ ഇവിടെ എന്താണ്? സിത്തത്തു അക്ലാമിൻ. 6 പേനകൾ. 6 പേനകൾ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക്? സിത്താഷറ കലാമൻ 16 പേനകൾ. അടുത്ത എന്താണ്? സബഅത്തു കുത്തുബിൻ 7 ബുക്കുകൾ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? സബഅത്ത് അഷറ കിതാബൻ. 17 ബുക്കുകൾ. അതുപോലെ എഴുതാം. അടുത്ത എന്താണ്? നൊയ്ദു തൊബ്ലബ ഇജാസ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ലീവ് ആവശ്യപ്പെടുന്നതായിട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ ആദ്യം എന്താ ഇവിടെ കാരണം പറഞ്ഞത്? അന്ത മുസാബും ബിസുദാ. തലവേദന കാരണം ലീവ് ആവശ്യപ്പെടുന്ന ഒരു ലീവ് ലെറ്റർ എഴുതാനാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇതേപോലെ തന്നെ എഴുതുക. നമ്മൾ ലീവ് ലെറ്റർ എഴുതുന്നത് ഇതേ രീതിയിൽ തന്നെ എഴുതുക. ഇവിടെ കോവിഡ് കാരണമാണ്, അപ്പോൾ നമുക്ക് അവിടെ മാറ്റം വരുത്തണം. അപ്പോൾ ഇവിടെ അസോബനി ഹുമ്മൽ കോവിദി എന്നുള്ളടത്ത് അസോബനി ബിസുദാ എന്ന് എഴുതുക. ഇത്രയും ഭാഗം എഴുതാതെ ബിസുദാ കബില യൗമേനി. എനിക്ക് 2 ദിവസം നല്ല തലവേദനയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ആദ്യം ശക്തിയായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറവുണ്ട്. എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, നന്നായി വിശ്രമിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എവിടെ മാറ്റണ്ട, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഇവിടെ കോവിഡ് എന്നുള്ളിടത്ത് നമ്മൾ ബിസുദാ തലവേദന എന്നത് എഴുതിയിട്ട് ലീവ് ലെറ്റർ നമുക്ക് പൂർത്തിയാക്കാം. അടുത്തത് എന്താണ് വരുന്നത്? അന്ത തുരീദു സഫറിൽ ഉംറ. നീ ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, അതിനുള്ളൊരു ലീവാണ് തയ്യാറാക്കേണ്ടത്. അപ്പം എന്ത് എഴുതാം? അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ എഴുതുക.
അപ്പോൾ പിന്നെ ഇവിടെ ഒരു അസുഖത്തിൻ്റെ ലീവ് ലെറ്ററാണ്. അപ്പോൾ നമ്മൾ ഉംറക്ക് പോകാനുള്ളതിന് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? എൻ്റെ വോയിസ് കേൾക്കുക, എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇത്ര എഴുതിയിട്ട് നമുക്ക് എന്ത് എഴുതാം? നഹ്നു ദാഹിബൂന ലിൽ ഉംറത്തി മാ ആയിലത്തുന വലാ നസ്തതിയുൽ ഹുളൂറ ലിൽ മദ്രസത്തി ലിംദത്ത് ഹംസത്ത അശറ യൗമൻ നത്ലബു മിൻഹ തിൽക്കൽ ഇജാസത്തി മിൻ ഫളിലിക ഇദൂലനാ ബിരിഹ്ലത്തിൻ സലാസില. എന്താണ് പറയുന്നത്? ഞങ്ങൾ കുടുംബത്തോടെ ഉംറക്ക് പോവുകയാണ്. 15 ദിവസം മദ്രസയിൽ ഹാജരാവാൻ കഴിയില്ല. ആ ലീവ് അനുവദിക്കാൻ അപേക്ഷിക്കുന്നു. യാത്ര സുഖമാവാൻ ദുആ ചെയ്യണം. അപ്പം അത്ര എഴുതിയിട്ട് നമുക്കവിടെ ഇതുപോലെ വതഫല്ലലു ബി കബൂലി ഫായിക്കിൽ ഇഹ്തിറാം മുത്തിയക്കും നിങ്ങളെ പേര് എഴുതുക. മുത്തിയക്കും റൌഫ്, മുത്തിയക്കും അനുസരണയുള്ള നിങ്ങളെ പേര് എഴുതുക. അത് ചേർത്തിട്ട് അങ്ങനെ ലീവ് ലെറ്റർ പൂർത്തിയാക്കുക. അപ്പോൾ ഇത്രയാണ് 14ാമത്തെ പാഠഭാഗം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ ലീവ് ലെറ്റർ എഴുതാൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.